ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചേട്ടൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് പോണത്. വേലൂർ ചേട്ടൻ്റെ അമ്മ വീട്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണം ഉണ്ടായിട്ട് പോണതാണ്. അമ്മ വീട്ടിലല്ല, അവിടുത്തെ ഒരു ബന്ധു, തറവാട്ടിലത്തെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഒരപ്പാപ്പൻ മരിച്ചിട്ട് പോണതാണ്. അപ്പോൾ അതിന് പോയാണ് കാരണം ഞാൻ എന്തായാലും മരിച്ച വീട്ടിലേക്ക് കുറേ നേരം പോയിരിക്കില്ല. അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ വീട്ടിൽ കയറിയിരിക്കുള്ളൂ. തൊട്ടടുത്ത് തന്നെയാണ് വീട്, അമ്മ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഞാൻ അമ്മാമ്മേരുടെ അടുത്ത് ഇരിക്കാം, അമ്മ പോയിട്ട് കണ്ടിട്ട് ശവടപ്പൊക്കെ കഴിഞ്ഞിട്ട് വരും എന്നാണ് പറഞ്ഞത്. അങ്ങനെ പോവാൻ നിൽക്കുകയാണ്. കാരണം ഇങ്ങനെ മരിച്ച വീട്ടിലധികം നേരം എനിക്കങ്ങനെ തങ്ങാനായിട്ട് പറ്റില്ല. കാരണം 5 മിനിറ്റിന് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ തല കറങ്ങും, അത് വേറെ കാര്യം. അത് കാരണം ഞാനങ്ങനെ നിൽക്കില്ല കേട്ടോ. അത് ഏത് മരിച്ച വീടായാലും എവിടെ പോയാലും അതെ. എനിക്ക് മുന്നൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് ഇപ്പോൾ 2 കൊല്ലമൊക്കെ ആയിട്ടാണ് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ മരിച്ചിട്ടുള്ള അപ്പാപ്പൻ്റെ മോനൊരു അച്ഛനാണ്, നമ്മുടെ തൃശ്ശൂർ അതിരൂപതയുടെ ചാൻസലറോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞു കേട്ടത്. അത് കാരണം അച്ഛന്മാർക്ക് കുറവൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മരിച്ച വീട്ടിൽ പാട്ടിടേണ്ട ആവശ്യമില്ല. അതിന് പകരം എപ്പോഴും ഒപ്പീസ് ചൊല്ലി തീരാനുള്ള നേരമില്ല. അതുപോലെ ഒപ്പീസ് ചെല്ലാൻ അച്ഛന്മാർ വരും, സിസ്റ്റർമാർ വരും. അങ്ങനെ നമ്മൾ തന്നെ അമ്മ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ പോണ വഴിയിൽ തന്നെയാണ് മരിച്ച വീട്. ആ മരിച്ച വീടുണ്ട്, ആ ഷീറ്റിട്ടുള്ള വീടാണ് ആ വീട് കേട്ടോ. അപ്പോൾ തന്നെ അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ കൂടി ആൾക്കാരെത്തണുള്ളൂ. പൂവൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ അച്ഛൻ്റെ വീട്ടിലെത്തി. നമ്മളിങ്ങനെ മെല്ലെ നല്ല മഴ ദിവസമാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? വെള്ളമൊക്കെ കയറിയിട്ടുണ്ടാകും. എൻ്റെ വീട്ടിലും ചേട്ടൻ്റെ വീട്ടിലും അങ്ങനെ വെള്ളം കയറാനില്ല, ഇതായിട്ടും വെള്ളം കയറിയിട്ടില്ല. കുറച്ച് കയറിയ പ്രദേശമാണ്. അപ്പോൾ തന്നെ അമ്മാമ്മയുടെ കയ്യിൽ ഉണ്ണി കയറിയിരുന്നുണ്ട്. അപ്പം അവൻ പെട്ടെന്ന് വന്ന കാരണം ഒരു അന്താളിപ്പിലാണ് ഇരിക്കണത്. അപ്പോൾ തന്നെ അമ്മാമ്മയുണ്ട്, അമ്മായി ഉണ്ട്. അപ്പോൾ അമ്മായിയുടെ അടുത്ത് തന്നെ ഇരുത്തി. അമ്മായിക്ക് സംസാരിക്കാനായിട്ട് പറ്റില്ല, കേൾക്കാനും പറ്റില്ല. അപ്പോൾ അമ്മായി ഇങ്ങനെ തന്നെ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി കാരണം പെട്ടെന്ന് കണ്ട കാരണം അവൻ ഒരു അന്താളിപ്പിലാണ് ഇരിക്കണത്. കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മാമ്മ പ്രത്യേകം പെട്ടെന്ന് വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അമ്മാമ്മ പറഞ്ഞു, ഞാൻ മുടിയൊന്നും ഇരിയിട്ടില്ല, പല്ലൊന്നും വെച്ചിട്ടില്ല, അത് തന്നെ എന്നെ പിടുക്കല്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നാലും ചുളിവിരി ഞാൻ എടുത്തുട്ടാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ശരിയായിട്ടുണ്ട്, അവൻ ഓക്കെ ആയി. എല്ലാവരുടെ അടുത്തേക്കും കളിച്ച് ചിരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പോയത് മേമയാണ്, അമ്മേൻ്റെ അനിയത്തിയാണ്. അപ്പോൾ മേമ എല്ലാവരും ഉണ്ട്. പിന്നെ അച്ഛനുണ്ട്, ജോലിക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും ശവടപ്പിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഉണ്ടപ്പൻ കളിയും ചിരിക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വന്നൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ തന്നെ അമ്മാമ്മ ഇവൻ്റെ ഓരോ കോപ്രായത്തം കാണിച്ചിട്ട് കണ്ടിട്ട് ഇങ്ങനെ ആകെ ഒരു അതിശയത്തിലാണ് ഇരിക്കണത്. ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ചില്ലറ കുറുമ്പൊന്നല്ല കയ്യിൽ. അത് കഴിഞ്ഞ് അമ്മാമ്മ അവനെ കയറ്റിയിരുത്തി. ഞാൻ വേഗം ഡ്രസ്സ് മാറ്റിച്ചു, കാരണം അല്ലെങ്കിൽ ഇവിടെ തുടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. പൊടിയാൻ പിന്നെ അവൻ്റെ മേത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ വേഗം ഡ്രസ്സ് മാറ്റിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ അവനെ പിടിച്ച് നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിലത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കാണിക്കണത്. തുള്ളി എങ്ങനെയാലും നിലത്തിറങ്ങണം. അത് കഴിഞ്ഞ് അവന് അവിടെ ഇരുന്ന് തുള്ളി മതിയായപ്പോൾ പിന്നെ മേമയുടെ കയ്യിലേക്ക് പിന്നെ വേഗം ചാടിയിട്ടാവും. എന്നിട്ട് ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അവരവരുടെ കാല്, ചെരുപ്പ്, ഇതൊക്കെയാണ് അവന് വേണ്ടത്. അപ്പോഴത്തേനും വേഗം അമ്മാമ്മ ചായയും കായ വറുത്തൊക്കെ കൊണ്ട് തന്നു കേട്ടോ. ഇനി ചായ കുടിച്ചോന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ശവടപ്പിന് പോയ നേരത്ത് അവിടേക്ക് വന്നിട്ടുള്ള ഒരു അപ്പാപ്പനും അമ്മാമ്മയും ഇങ്ങോട്ടും വന്നു അമ്മയിനെ കാണാൻ. അപ്പോഴാണ് ഇവനെ കണ്ടത് കേട്ടോ. പിന്നെ വേറെ മേമ വന്നിട്ടുണ്ടായി, അമ്മയുടെ വേറൊരു അനിയത്തി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം വീട്ടിൽ വന്ന് ഞാനും ഉണ്ടപ്പനും കൂടിയിട്ട് കുളിച്ച ഡ്രസ്സൊക്കെ മാറി അപ്പേനെ കാത്തിട്ടിരിക്കുകയാണ്. ശനിയാഴ്ചത്തെ വ്ളോഗാട്ടത്, അന്നിടാൻ പറ്റിയില്ല കേട്ടോ. ഇത് തന്നെ അപ്പേനെ കാത്തിരുന്ന് അവസാനം ചേട്ടൻ വന്നു കേട്ടോ. ചേട്ടൻ വന്നപ്പോൾ 7-7:30 ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.